ഔദ്യോഗിക കൺക്ലൂഷൻ നൽകാന്ന് പറഞ്ഞാൽ സാധ്യമല്ല. നമ്മൾ ഒരിക്കലും അമൃതങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളെ പൂർണ്ണാർത്ഥത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പലരും സൂചിപ്പിച്ചതുപോലെ 2 നൂറ്റാണ്ടിന്റെ ഗ്യാപ്പുള്ള ഒരു ചരിത്രത്തെ നമ്മൾ പലരുടെ ഓർമ്മകളിൽ നിന്ന് കൈമാറപ്പെട്ടത് പങ്കുവെച്ചു എന്നുള്ളത് മാത്രം. പിന്നെ പലരും ആശങ്കകൾ പറഞ്ഞതുപോലെ ഇത് എന്നോ തുടങ്ങേണ്ടതായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു താല്പര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന് ഇതും കൂടിയിട്ടില്ലെങ്കിൽ അടുത്ത തലമുറ നമ്മയും ആക്ഷേപിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പൊ പലരും നമ്മൾ നേരത്തെ മുഷ്താഖ് ഭായി ഒക്കെ കുറെ കാലങ്ങൾ ഒരു 10-15 വർഷം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ട്. ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വഫൂർ സാഹിബ് ഇന്നും ഇതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയാത്ത പലരും അക്കാഡമീഷ്യൻസും അല്ലാത്തവരായിട്ട് പലരും പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടിഞ്ഞിക്കാരരാവുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞാൽ ഇതൊരു പ്രൗഡായിട്ടുള്ള സംഭവം തന്നെയാണ്. അതോടൊപ്പം സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സത്യം ചെയ്യൽ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള സാധനമാണ്. ഇപ്പൊ എൻ്റെ ഈ അടുത്ത് തന്നെ ഒരു സുഹൃത്ത് ചെയ്തിട്ടുണ്ട്. അമൃതങ്ങളും ഈ സത്യം ചെയ്യലുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഇവിടെ വന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒരു പഠനം തന്നെ അയാളുടെ ഒരു പുസ്തകത്തിൽ അയാളുടെ ഒരു പേപ്പർ തന്നെ ഈ അടുത്ത് പബ്ലിഷ് ചെയ്ത് വരാനിരിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു വലിയൊരു ഏരിയയാണ്. ഓരോ ലോക്കൽ ഇപ്പൊ തന്നെ പലരും പല രീതിയിലുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചു. ഇനി നമുക്ക് പുതിയ പഠിക്കാൻ മുന്നോട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ട് ഈ വ്യക്തി ആരാണ്, ഈ ഫാമിലി ഏതാണ്, ഈ കുടുംബം ഏതാണ് എന്ന് ചോദിച്ച് പോയാൽ മതി. ഇപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തോളം കൊടിഞ്ഞിയിലൂടെ ചുറ്റി സഞ്ചരിക്കേണ്ട പണി ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ നടന്നു. ഒരു ഡാറ്റ കളക്ഷന്റെ ഒരു പ്രൈമറി സ്റ്റെപ്പ് ഇവിടെ ഓക്കെയാണ് ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇത് കേട്ടുകൊണ്ട് ഈ പേരുകളിലൂടെ, ഈ ഫാമിലികളിലൂടെ, ഇവിടെ പറഞ്ഞ വ്യക്തികളിലൂടെ അന്വേഷണം നടന്നാൽ ഒരു മാസം ചെയ്യേണ്ട പണി ഇവിടെ ഓക്കെ ആയി കഴിഞ്ഞു. അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഇരുത്തത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. സ്വാഭാവികമായിട്ടും 5 മിനിറ്റ് 10 മിനിറ്റ് ഒരാൾക്കും ആഴത്തിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ അവരുടെ പെട്ടെന്ന് മനസ്സിലുള്ള ഒരാളും പ്രിപ്പറേഷൻ ഇല്ലാതെ വരുന്നവരാണ്. പെട്ടെന്ന് മനസ്സിലുള്ള ചില സംഭവങ്ങൾ പങ്കുവെച്ചുള്ളത് മാത്രം. ഇനിയും ഇപ്പൊ ഇത്തരം ഫാമിലി പലരും പറഞ്ഞു, ഒരുപാട് ദളിത് കമ്മ്യൂണിറ്റീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സുഹൃത്ത് ഇവർ തന്നെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയിലേക്ക് നമുക്ക് വലിയൊരു ഓപ്പണിംഗ് ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ ഫാമിലിയിലേക്ക് പോകണം, അവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. അത്തരത്തിലുള്ള ഫാമിലികളെ കുറെ നമുക്ക് അന്വേഷിച്ചിട്ട് ആ ഡാറ്റ കൃത്യമായിട്ട് കളക്ട് ചെയ്യണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മമ്പ്രന്തങ്ങൾ ഡിസൈൻ ചെയ്തൊരു വില്ലേജാണ് ശരിക്കും കൊടിഞ്ഞി എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ നേരത്തെ ഇവിടെ സെറ്റിൽമെന്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നേരത്തെ എന്നാൽ കുറഞ്ഞ ആളുകൾ തിരുവങ്ങാടിയിലേക്ക് മമ്പ്രന്തങ്ങളുടെ അടുത്തേക്ക് നിരന്തരം വന്നിരുന്ന തങ്ങളുടെ അടുത്ത മുരീദുമാരിൽ സുഹൃത്തുക്കളിൽ ഒരുപാട് പേര് കൊടിഞ്ഞിക്കാരാണ്. നിരന്തരം തങ്ങളുടെ അടുത്ത് വന്ന് പറയും, ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് എപ്പോഴും അവിടേക്ക് പള്ളിയിലേക്ക് ഓടി വരാൻ പറ്റുന്നില്ല, മഴക്കാലം വന്നാൽ തിരുവങ്ങാടി പള്ളിയിലേക്ക് ജുമാക്ക് പോലും വരാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കിവിടെ ഒരു പള്ളി വേണം എന്ന് തങ്ങളുടെ പിന്നാലെ പറയുമ്പോഴാണ് തങ്ങൾ ഇവിടേക്ക് ഒരു പള്ളി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ ഞാൻ അറിയുന്നത്. ഏതായിരുന്നാലും അങ്ങനെയാണ്. പിന്നീട് തങ്ങൾ രാത്രിയൊക്കെ ഇറങ്ങി കണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ വന്ന് പള്ളിയിൽ കാറ്റുകൊള്ളാനും ഇവിടെ വന്നിരിക്കലൊക്കെ ചെയ്യുന്ന അത്രയും ഒരു അഭേദ്യമായ ബന്ധം. അങ്ങനെയാണ് തങ്ങൾ എൻ്റെ നാട് എന്നുള്ള രീതിയിലേക്ക് കൊടിഞ്ഞിയെ ചേർത്ത് പിടിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം. ഈ ഒരു സായാഹ്നം വളരെ ധന്യമായിട്ടുണ്ട്. പലരും അവരുടെ ആശയങ്ങൾ പങ്കുവെച്ചു. ആശങ്കകൾ എന്നുള്ളത് ഇതിലില്ല. സ്വാഭാവികമായിട്ടും ചരിത്രം നൂറ്റാണ്ടുകളിലെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ അതിൽ പല രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. അത് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് മുക്തമാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇനിയും ഇതിനെയും ഓർമ്മകൾ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു പ്രധാന സോഴ്സ് തന്നെയാണ് ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രഡീഷനെ എങ്കിലും നമുക്ക് തടഞ്ഞു വെക്കുക, നമുക്ക് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന. ഇൻഷാ അല്ലാഹ് നമ്മുടെ മമ്പ്രന്തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡീസ് അത് വളരെ വൈകി ഉദയം കൊണ്ടൊരു സാധനമാണ്. 1 വർഷമാവുന്നേ ഉള്ളൂ, 10 മാസമായിട്ടേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് പല രീതിയിൽ നമ്മൾ അതിന്റെ ഡാറ്റ കളക്ഷൻ ഇപ്പോൾ മലബാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടകര മുതൽ പാലക്കാട് വരെ നമ്മളിപ്പോഴാണ് ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് എന്നോ തുടങ്ങേണ്ടതായിരുന്നു. ഈവൻ മമ്പ്രം പള്ളിയിൽ തന്നെ മമ്പ്രതങ്ങളുടെ ഒരുപാട് ശേഷിപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. നമ്മൾ തങ്ങളുടെ ഒരു മ്യൂസിയം ഇതിനനുസരിച്ചുള്ള പ്ലാനിങ്ങിലുണ്ട്. അടുത്തൊരു തലമുറ വരുമ്പോൾ മമ്പ്രത്ത് വരുമ്പോൾ തങ്ങളെ അനുഭവിക്കാൻ പറ്റണം, ശേഷിപ്പുകളിലൂടെയെങ്കിലും അനുഭവിക്കാൻ പറ്റണം. ചരിത്രം മൊത്തം പല രീതിയിൽ നമുക്ക് രേഖപ്പെടുത്തി വെക്കണം. അത് നമ്മളുടെ ഒരു ചരിത്രമായിട്ട് ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം മലബാറിന്റെ ഹിസ്റ്ററിയുടെ രൂപീകരണത്തിൽ മമ്പ്രന്തങ്ങളെ മാറ്റിവെച്ചിട്ട് നമുക്കൊരു ഹിസ്റ്ററി നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം മലബാറിൽ 1700 മുതൽ 1800 കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റവാക്കിൽ നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ബഹുസ്വരതയുടെ വേരുകൾ ചെന്നുമുട്ടുന്ന ഒരിടം അത് മമ്പ്രന്തങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ അത്രയും തങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് മലബാറിന്റെ ഹിസ്റ്ററി പഠിക്കുക, അതിനെ വർഗീകരിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. ആ തലത്തിലേക്ക് അക്കാദമിക തലത്തിലേക്ക് പല രീതിയിൽ പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ പഠനങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയ ഗ്യാപ്പുകൾ കിടക്കുന്നത് ഈ ലോക്കാലിറ്റികളിലാണ്. അവിടെയാണ് ആ അന്വേഷണത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഓരോ നാട്ടിലും ഇത്തരം കഥകളുണ്ട്. ഈ കഥകളിൽ
ഒരുപാട് ഫാക്റ്റുകളുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, എന്നാൽ ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഏറ്റവും അടുത്തറിയുന്നത് തങ്ങൾ ഈ സമൂഹത്തിന്റെ സാമൂഹിക രൂപീകരണത്തിൽ വഹിച്ച പങ്ക് ചില്ലറയല്ല. ഓരോ വീടുകളിലും മമ്പ്രന്നങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഓർമ്മകളിലൂടെ മമ്പ്രന്നങ്ങൾ, പ്രത്യേകിച്ച് ഈ മുഹറം മാസം വരുമ്പോഴേക്ക് നമ്മൾ 200 വർഷം മമ്പ്രന്നങ്ങൾ പോയെങ്കിലും ഏറനാട്ടിൽ മമ്പ്രന്നങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ ഇപ്പോഴിങ്ങനെ ഇറങ്ങി നടന്നിട്ട് ഓരോ തറവാടിന്റെ മുറ്റത്തും പോയിട്ട് അവിടെ ഉമ്മമാരോട് സംസാരിച്ചാൽ ഓല് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷം മുമ്പ് മരിച്ച ഒരാളെ ഓരോ തറവാടും എങ്ങനെയാണ് ഓർക്കുന്നത്, അതിലപ്പുറം ഭക്തിയോടെ ഇവിടുത്തെ ഹിന്ദുക്കൾക്കിടയിലും ദളിതുകൾക്കിടയിലും മുസ്ലിം കമ്മ്യൂണിറ്റികളിലും ഓരോ തറവാട്ടിൽ മമ്പ്രന്നങ്ങൾ ഓർക്കുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. അത് കൊടിഞ്ഞിയിൽ തന്നെ ഇപ്പം തന്നെ നമ്മളെ ലൈവായിട്ട് കുറെ അനുഭവിച്ചു. ഇതുപോലെ ഓരോ വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾക്കത് ശരിക്കും അനുഭവിക്കാൻ പറ്റും. അപ്പോ 200 വർഷം മുമ്പ് 158 വർഷം മുമ്പ് മരിച്ചുപോയൊരു മനുഷ്യനെ ഇത്രമാത്രം ലൈവായിട്ട് അവർ ജനങ്ങൾ മതജാതി ഭേദമന്യേ മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഒരു സ്വാധീനം, ഇവിടുത്തെ പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ രാഷ്ട്രീയവും വിവേചനവും സാമൂഹികമായിട്ടുള്ള വർഗീയ ധ്രുവീകരണങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ തങ്ങളുണ്ടാക്കിയ ഒരു ബഹുസ്വരതയുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ ഒരു സൗന്ദര്യം തിരിച്ചുപിടിക്കുക. അതിലൊക്കപ്പുറം തങ്ങളുടെ ഓർമ്മകൾ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നതിലേക്കാണ് നമ്മളിവിടെ ചെന്നെത്തുന്നത്. ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും അത് വിപുലപ്പെടേണ്ടതുണ്ട്. നിരന്തരമായിട്ട് തങ്ങളെക്കുറിച്ചുള്ള ഈ അർത്ഥത്തിലുള്ള ഓർമ്മകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു നമ്മുടെ മൈക്കൊടിഞ്ഞി അല്ലേ, ഈ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നേതൃത്വം ഇവിടെ നടന്നു. ഇതൊരു ചെറിയ തുടക്കം മാത്രം. ഇൻഷാ അല്ലാഹ് ഇനി മഹല്ല് കമ്മിറ്റികളായിട്ടോ അല്ലെങ്കിൽ മറ്റേതുകൾ വിപുലമായിട്ടുള്ള കൂട്ടായ്മകളായിട്ടോ ചേർന്നിട്ട് തീർച്ചയായിട്ടും ഈ ചരിത്രത്തെ എത്രമാത്രം നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റുമോ അതിനൊക്കെയുള്ള ശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. അതിലൊക്കപ്പുറം എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളോടുള്ള ഒരു സജഷൻ, മമ്പ്രന്നങ്ങളും കൊടിഞ്ഞിയും എന്ന് പറയുന്ന ഒരു പുസ്തകമെങ്കിലും ഇവിടെ ജനിക്കേണ്ടതുണ്ട്. അതിനുള്ള സോഴ്സുകളും അതിന് അധ്വാനിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ തന്നെയുണ്ട്. സിമ്പിളായിട്ട് ഒരു 10-200 പേജിൽ ഇത് കൃത്യമായിട്ട്, അത് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ എന്തൊക്കെ വേരുകളുണ്ടോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചാൽ അടുത്ത തലമുറക്ക് നമുക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമ്മാനം, ഈ നാടിന്റെ ചരിത്രത്തെ രേഖപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഈടുവപ്പായിട്ട് ഈ പുസ്തകം ശേഷിക്കുമെന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു ചിന്ത കൂടി ഇൻഷാ അല്ലാഹ് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച്